8ൻ്റെ പണിയല്ല 36ൻ്റെ പണി കിട്ടിയൊരു വർക്കാണത്. ഈ വർക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കസ്റ്റമറിന് പെട്ടെന്ന് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് ചെയ്യാൻ തുടങ്ങി. ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ കസ്റ്റമറോട് ഹാഫ് പേയ്മെൻറ്റ് അയക്കാൻ പറയാറുണ്ട്. ചില കസ്റ്റമേഴ്സ് മുഴുവൻ പേയ്മെൻറ്റും ചെയ്യും, ചിലർ ഹാഫ് പേയ്മെൻറ്റാണ് ചെയ്യാറ്. ഈ കസ്റ്റമർ എന്നോട് പറഞ്ഞു ഫുൾ പേയ്മെൻറ്റ് ഇല്ല, ഹാഫ് പേയ്മെൻറ്റ് ചെയ്താൽ പോരെയെന്ന്. ഹാഫ് പേയ്മെൻറ്റും ഇല്ല, കയ്യിലുള്ള എമൗണ്ട് ചെയ്താൽ പോരെയെന്ന്. അങ്ങനെ കയ്യിലുള്ള എമൗണ്ട് ചെയ്യാൻ പറഞ്ഞു. കയ്യിലുള്ള എമൗണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് സെറ്റാക്കി പിക്ക് അയച്ചു കൊടുത്തപ്പോൾ കസ്റ്റമർ ഭയങ്കര റിവ്യൂ പറഞ്ഞു. ആ റിവ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോണത്. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചില്ല, നല്ല രസമായിട്ടുണ്ട് ചെയ്തു തന്നത്. ഞാൻ ഇത്ര ഇതാവുമെന്ന് വിചാരിച്ചില്ല, കാരണം ഞാൻ ഇൻസ്റ്റയിൽ മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കര വേർത്തായിട്ട് തന്നെ തോന്നുന്നുണ്ട്. നല്ല നല്ല രസമുണ്ട്. മാഷാ അല്ലാ, ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇനി ഒന്ന് പെട്ടെന്ന് എനിക്ക് ഒന്ന് അയച്ച് ഡെലിവറി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു അത്രയും സന്തോഷമായിരുന്നു. ഒന്ന് പെട്ടെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുമോ? പേയ്മെൻറ്റ് ഞാൻ അയച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു പരിപാടിൻ്റെ തിരക്കിലായിട്ടാണ്. ഞാൻ അയച്ചു തരാം കേട്ടോ. ഞാൻ അന്ന് അയച്ച ആ GPay നമ്പർ തന്നെ അല്ലായിരുന്നോ? ഞാൻ അതിലേക്ക് അയച്ചു തരാം കേട്ടോ. സാധനം കൈ കിട്ടിയപ്പോൾ ഇയാളെ മെസ്സേജും കാര്യങ്ങളൊന്നുമില്ല. ഞാനും നിങ്ങളമാതിരി തന്നെ നിങ്ങൾക്ക് വോയിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചതാണ്. നിങ്ങൾക്ക് ഇനി ഒരു മെസ്സേജും ചെയ്യണ്ടെന്ന് വിചാരിച്ചതാണ് ഞാനും. അല്ല, നിങ്ങൾ അങ്ങനെ പറയണ്ട. നിങ്ങൾ എന്നെ അത്രയും താഴ്ത്തിക്കെട്ടി സംസാരിക്കൊന്നും വേണ്ട. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വർക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല നിങ്ങളെ വർക്ക്. അതിൻ്റെ ക്ലോത്ത് നന്നല്ല, ചെയ്തത് ഒരു ഫിനിഷിംഗ് ഇല്ല. അപ്പോൾ എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലേ അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ ഇൻസ്റ്റയിൽ കണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതാക്കിയതാണ്. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് GPay ചെയ്ത ഫസ്റ്റ് ചെയ്ത 200 രൂപ അഡ്വാൻസ് ആയി തന്ന 200 രൂപ വരെ എൻ്റെ കയ്യിൽ നിന്ന് പോയ മട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അല്ലാതെ എനിക്ക് നിങ്ങളെ എന്താ പറയുക, എൻ്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. എൻ്റെ അക്കൗണ്ടിൽ പൈസയുണ്ട്, പക്ഷേ അത് എനിക്ക് എൻ്റെ കയ്യിൽ നിന്നും ആ 200 രൂപ വേറെ എന്ത് ആവശ്യത്തിനായിട്ട് പോയി എന്ന് തന്നെ ഞാൻ വിചാരിച്ചോട്ടെ. നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കരുത് പ്ലീസ്. പിന്നെ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത് എനിക്ക് താല്പര്യമില്ല. ഞാൻ പിന്നെ എന്തിനാണ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യം?